ഡെലീഷ്യസ് റെസിപ്പീസിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നൊരു കായം മെഴുക്കുപുരട്ടിയാണ് ഞാൻ തയ്യാറാക്കുന്നത്. ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു മെഴുക്കുപുരട്ടിയാണിത്. അപ്പോൾ ചതച്ച മുളകൊക്കെ ചേർത്തിട്ടാണ് ഇത് തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ? ഇന്നത്തെ ഈ റെസിപ്പിക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ 3 പച്ചക്കായയാണ് എടുത്തിട്ടുള്ളത്. ഇതിനി തൊലിയൊക്കെ ഒന്ന് കളഞ്ഞ് നന്നായിട്ടൊന്ന് കഴുകിയെടുത്ത ശേഷം ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട്. ഈ പച്ചക്കായ കട്ട് ചെയ്തെടുത്ത ശേഷം ഞാൻ ഉപ്പ് വെള്ളത്തിലാണ് ഇട്ട് വെച്ചിരുന്നത്. അപ്പോൾ അതിലൊരു കറ ഉണ്ടാകും. അപ്പോൾ കളറൊക്കെ ഒന്ന് മാറാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഉപ്പ് വെള്ളത്തിൽ ഇട്ട് വെച്ചിരുന്നത്. ഇനി നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ള മറ്റു ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു ചെറിയ സവാള കട്ട് ചെയ്തതും കുറച്ച് കറിവേപ്പില എടുത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ കുറച്ച് വെളുത്തുള്ളി ചതച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. 2 ടീസ്പൂണോളം ചതച്ച മുളകാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. ഇനി നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഒരു കടായിൽ കുറച്ച് വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചിട്ടുണ്ട്. ഏകദേശം 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഈ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ 1/2 ടീസ്പൂൺ കടുക് ചേർക്കാം. കടുക് ഇപ്പോൾ നന്നായിട്ട് പൊട്ടി വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. 5 വെളുത്തുള്ളി അല്ലി ചതച്ചെടുത്തതാണിത്. ഇത് ചെറിയ വെളുത്തുള്ളി അല്ലിയാണ്. ഇനി ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരുന്ന സവാളയും കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു മെഴുക്കുപുരട്ടിയാണിത്. സവാളയൊന്ന് ചെറുതായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 2 നുള്ള് മഞ്ഞൾപ്പൊടി ചേർക്കാം. മഞ്ഞൾപ്പൊടിയുടെ അളവൊന്നും കൂടണ്ട, 2 നുള്ള് മാത്രം മതിയാകും. ഇനി ഇതിലേക്ക് നമുക്ക് ചതച്ച മുളകാണ് ചേർക്കേണ്ടത്. 2 ടീസ്പൂൺ നിറയെ ചതച്ച മുളക് ചേർത്തിട്ടുണ്ട്. ഇതൊക്കെ ഓരോരുത്തരുടെയും ഇഷ്ടത്തിനനുസരിച്ച് മുളകിൻ്റെ അളവിലൊക്കെ മാറ്റം വരുത്താം. ചെറിയ തീയിൽ വെച്ചിട്ട് ഈ മുളക് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. അതിനുശേഷം മാത്രമേ പച്ചക്ക ചേർക്കാവുള്ളൂ. ഇപ്പോൾ മുളക് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിനി ഈ കായ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഉപ്പുവെള്ളമൊക്കെ മാറ്റിയിട്ടാണ് ഞാനിപ്പോൾ ഇത് ചേർത്തിട്ടുള്ളത്. ഇനി ഇത് നല്ലതുപോലെ ഈ മുളകുമായിട്ട് ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്ന ഈ കായ വളരെ പെട്ടെന്ന് വേവുന്നതാണ്. നിങ്ങൾ പച്ച നേന്ത്രക്കായയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അതിന് കുറച്ചുകൂടി വേവുണ്ടാവും. ഇതിപ്പോൾ നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ഞാൻ വളരെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടാണ് ഇതൊന്ന് വേവിച്ചെടുക്കുന്നത്. 3 ടേബിൾ സ്പൂൺ മാത്രമാണ് വെള്ളം ചേർത്തിട്ടുള്ളത്. ഇത്രയും മതിയാകും. ഇത് ഒട്ടും തന്നെ കുഴഞ്ഞു പോകാതെയാണ് ഈ ഒരു മെഴുക്ക് പുരട്ടി തയ്യാറാക്കുന്നത്. അപ്പോൾ ഈ ഒരു 3 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്ത ശേഷം ഇതൊന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കണം. അപ്പോൾ ഞാനിതിവിടെ അടച്ചു വയ്ക്കുകയാണ്. ഇപ്പോൾ ഏകദേശം 3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഈ കായ ഒരു പകുതി വേവായിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഇത് ഇളക്കിയെടുത്ത ശേഷം വീണ്ടും ഇതൊന്ന് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഈ ചതച്ച മുളകില്ല എന്നുണ്ടെങ്കിൽ മുളക് പൊടി ചേർത്തിട്ടും ഇത് തയ്യാറാക്കാവുന്നതാണ്. പച്ചക്കായൊക്കെ പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഉപ്പ് കുറവാണെങ്കിൽ ഈ സമയത്ത് അല്പം കൂടി ചേർത്ത് കൊടുക്കാം. അങ്ങനെ നല്ല രുചികരമായിട്ടുള്ള കായ മെഴുക്ക് പുരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു നാടൻ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. റെസിപ്പികളൊക്കെ ഇഷ്ടമാകുന്നുവെങ്കിൽ നമ്മുടെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും വരാം. താങ്ക്